പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലചന്ദ്രനും വൈജയന്തിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ബാലചന്ദ്രൻ മുകളിലോട്ട് കയറി പോവുകയും ചെയ്യുന്നു. വൈജയന്തി എന്നൊരു ഭാര്യ ബാലചന്ദ്രൻ്റെ മനസ്സിൽ പോലും ഇല്ല, ഒരു പ്രേതം മാത്രമാണ് നീ എന്ന് പറഞ്ഞിട്ടാണല്ലോ ബാലചന്ദ്രൻ പോയത്. അത് വൈജയന്തി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം കാണുന്ന രോഹിത്തിനൊരു വിഷമം. രോഹിത്ത് അത് കഴിഞ്ഞ് ബബിതയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇതിപ്പം അമ്മയും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതായി. അമ്മ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മളും തിരിച്ച് ചെയ്യുന്നു, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആകെ വിഷമത്തോടെ ഇങ്ങനെ പറയുവാണ് രോഹിത്ത് ബബിതയോട്. അതൊക്കെ കേൾക്കുമ്പം ബബിതയ്ക്കും വിഷമം തോന്നുന്നുണ്ട്, വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. അന്നേരമാണ് അവരുടെ റൂമിലേക്ക് വൈജയന്തി വരുന്നത്. വൈജയന്തി വന്നിട്ട് രോഹിത്തിനോട് ചോദിക്കും, നീ എന്താണ് ഈ സമയത്ത് ഈ റൂമിൽ നിന്ന് ചോദിക്കുമ്പം, ഒന്നുമില്ല, ഞാൻ ഇവളോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുമായിരുന്നു എന്ന് പറയും. എന്നാൽ നീ നിൻ്റെ റൂമിൽ പോ എന്ന് പറഞ്ഞ് വൈജയന്തി രോഹിത്തിനെ പറഞ്ഞു വിട്ടിട്ട് ബബിതയോട് പറയുവാണ്, ആങ്ങളെയാണേലും പെങ്ങളാണെങ്കിലും പ്രായമായി കഴിഞ്ഞാൽ കുറച്ച് അകലമൊക്കെ പാലിക്കണം എന്ന്. പറഞ്ഞതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ബബിതയ്ക്ക്. അതുകൊണ്ട് തന്നെ ബബിത ചോദിക്കുന്നുണ്ട്, അമ്മ അങ്ങ് കൊല്ലപ്പള്ളിയിൽ അമ്മയുടെ ആങ്ങളമാരുമായിട്ട് എത്രയാണ് അകലം വെച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കറക്റ്റ് അളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അകലെ ഞാനും പാലിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ദേഷ്യപ്പെട്ടാണ് ബബിത പറയുന്നത്. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തിക്ക്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, കന്നന്തിരിവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് നിൻ്റെ കരണം പൊളിക്കുമെന്ന്. അന്നേരം സങ്കടത്തോടെ ബബിത പറയുന്നുണ്ട്, ആദ്യം അമ്മയുടെ മനസ്സിലെ ആ ദൂഷിപ്പങ്ങ് എടുത്ത് കള, അത് ചുറ്റും നിൽക്കുന്നവർക്ക് നാറുന്നുണ്ട് എന്ന് പറയുവാണ്. അന്നേരം ബബിത എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വൈജയന്തിക്ക് അറിയത്തില്ലല്ലോ. അലീന പറഞ്ഞ ആ കാര്യം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് നല്ല പേടിയാവുന്നുണ്ട് വൈജയന്തിക്ക്. അന്നേരം എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് റൂമിൽ ചെന്ന് ഭയങ്കര വിഷമമാണ് ബബിതയ്ക്ക്. ബബിത അലീനയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കാരണം ഇന്ന് ഈ വീട്ടിൽ വഴക്കുണ്ടായി എന്ന്. അന്നേരം കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് ബബിതയെ ആശ്വസിപ്പിച്ചിട്ട് അലീന പറയുന്നുണ്ട്, മാഡത്തിന് ജയിക്കണമെങ്കിൽ അച്ഛനും നിങ്ങൾ 3 മക്കളും ഒരുമിച്ചുള്ള ആ കൂട്ടുകെട്ട് പൊളിക്കണം. അത് പൊളിക്കാൻ വേണ്ടി ഇനിയും ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെറിയൊരു തീപ്പൊരി ഇന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇടാൻ വേണ്ടി മാഡം ശ്രമിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അമ്മയോട് വഴക്കുണ്ടാക്കരുത്, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ ബാങ്കിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുന്ന വൈജയന്തിയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ.